ഇന്നിവിടെ ചെയ്യുന്നത് ചിക്കൻ പീര വെച്ചതാണ്. അതിന് വേണ്ടി ഓയിലൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വഴറ്റിയതിന് ശേഷം സവാള 2 വലിയ സവാള. ആദ്യം ചിക്കൻ കറി സാധാരണ ഉണ്ടാക്കുന്ന പോലെ സവാളയും തക്കാളിയും പച്ചമുളകും വഴറ്റിയതിന് ശേഷം ചിക്കൻ മുളകൊക്കെ പുരട്ടി വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഏകദേശം 3/4 വേവ് ആകുമ്പോഴാണ് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിപ്പം വെളുത്തുള്ളി ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റ് വെളുത്തുള്ളി ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചിരവിയ തേങ്ങ, അരമുറി തേങ്ങ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീര വെക്കുമ്പോൾ ഇച്ചിരി ചെറിയ ചെറിയ പീസുകളാക്കുന്നതാണ് നല്ലത്. തേങ്ങ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മല്ലിയില എല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വീണ്ടും ഒന്ന് അടുപ്പത്ത് വെക്കണം. ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പിന്നെ ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്.